ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി കേരള നദുബത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഡോക്ടർ എ അബ്ദുൽ മജീദ് സ്വലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഏറ്റവും ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരള നദുവത്തുൽ മുജാഹിദീന്റെ യുവജന വിഭാഗമായ ISM മതം, രാഷ്ട്രം, ജമാഅത്തെ ഇസ്ലാമി എന്ന തലക്കെട്ടിൽ ഒരു മുഖാമുഖം സംഘടിപ്പിക്കുകയാണ്. നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ ചരിത്രം നമ്മൾ പരതുമ്പോൾ ആശയ സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും പ്രബോധന മാർഗത്തിൽ എങ്ങനെയെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും അതിവാദങ്ങളും പടർന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ആശയ സംവാദങ്ങളിലൂടെ, വാദപ്രതിവാദങ്ങളിലൂടെ സാധാരണക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ പ്രസ്ഥാനം നിരന്തരമായി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കും എതിരെയുള്ള ഇത്തരം സംവാദങ്ങളെ കുതിരപ്പോരായും കോഴിപ്പോരായും കാളപ്പോരുമായെല്ലാം വിശേഷിപ്പിക്കുവാനാണ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്രകാരം യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെ വിദണ്ഡവാദങ്ങൾക്ക്, സമൂഹത്തെ ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയായിരുന്നു യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി. നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മതം, രാഷ്ട്രം, ജമാഅത്തെ ഇസ്ലാമി എന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആശയ സംവാദം, മുഖാമുഖം ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്? ഈ കോവിഡ് കാലത്ത് ഇത്ര അടിയന്തരമായി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടതിന്റെ ഉദ്ദേശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുജാഹിദ് പ്രസ്ഥാനം ആശയ സംവാദങ്ങളെ, ആദർശ സംവാദങ്ങളെ എല്ലാ കാലത്തും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് സത്യവും അസത്യവും വ്യവച്ഛേദിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം കരുതുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെയൊരു പ്രോഗ്രാമും ഒരുക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കള്ളത്തരങ്ങള്, കാപട്യങ്ങള്, ആദർശ വ്യതിയാനങ്ങള്, മത സന്ദേശങ്ങളെ വക്രീകരിക്കുവാനുള്ള ശ്രമങ്ങള്, അതെല്ലാം തന്നെ സമൂഹത്തിൽ തുറന്നു കാണിക്കാൻ ഇത്തരം മുഖാമുഖങ്ങൾക്കും ആശയ സംവാദങ്ങൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു നേരാണ്. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഇത്തരം മുഖാമുഖം കാണുമ്പോൾ വെപ്രാളപ്പെടുന്നത്, അതിനെതിരെ സൈബർ ഇടങ്ങളിൽ ചാവ്യാറകളായി പ്രത്യക്ഷപ്പെടുന്നത്, സമൂഹത്തെ ദുഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ കൂടെ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കപ്പെടുവാനുള്ള കാരണം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ നാം വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യക്തിവിരോധം കൊണ്ടാണോ? അല്ല. ആ സംഘടനാ വിരോധം കൊണ്ടാണോ? അല്ല. അന്ധമായ അത്തരം വിരോധങ്ങൾ വെച്ചു പുലർത്തുന്നവരല്ല മുജാഹിദ് പ്രസ്ഥാനം. കഴിഞ്ഞ കാലങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കള് എന്താണ് മൗദൂദിസം എന്ന് ജനങ്ങളെ തെര്യപ്പെടുത്തുന്നതിന് വേണ്ടി ആവുന്നത്ര തൂലിക കൊണ്ടും നാവ് കൊണ്ടും പണിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മഹാനായ KM മൗലവി, ഉമർ മൗലവി, NV അബ്ദുസ്സലാം മൗലവി തുടങ്ങിയ മഹാപണ്ഡിതന്മാർ, AP അബ്ദുൽ ഖാദർ മൗലവി, KP മുഹമ്മദ് ബിൻ അഹമ്മദ്, ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം തന്നെ അവരുടെ ദൗത്യം നിർവഹിച്ചതായി കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പിന്
ഇത്തരം ദുഷിച്ച ചിന്തകളെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കെ മൗലവിയും കെ എം സിദി സാഹിബും CH മുഹമ്മദ് കോയയും NV അബ്ദുസലാം മൗലവിയും PP അബ്ദുൽ ഗഫൂർ മൗലവിയും റഹീം മേച്ചേരിയും MI തങ്ങളും അങ്ങനെയുള്ള ബുദ്ധിജീവികളും പണ്ഡിതന്മാരുമെല്ലാം തന്നെ മതരാഷ്ട്രവാദ ചിന്തകളുടെ അപകടങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തൂലിക പടവാളാക്കിയിട്ടുണ്ട് എന്നത് ഒരു ചരിത്രരേഖയായി നിലനിൽക്കുകയാണ്. അപ്പൊ ചില നിർണായക ഘട്ടങ്ങളിൽ, ചില നിർണായക വഴിത്തിരിവുകളിൽ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ മറ്റു സംഘടനകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം പുതുതലമുറയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം ദുഷിച്ച ചിന്തകൾ തന്ത്രപൂർവം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന്റെ അപകടം സമൂഹത്തെ ചൂണ്ടിക്കാണിക്കുക. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ സയ്യിദ് മൗദൂദി, അബുൽ അല മൗദൂദി, അദ്ദേഹം മതം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് തന്റെ രാഷ്ട്രീയമായ നിലപാടുകൾ ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. തൗഹീദ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. റബ്ബ്, ദീന്, ഇലാഹ്, ഇബാദത്ത്, ശരീഅത്ത് ഒക്കെ തുടങ്ങിയ സാങ്കേതികമായ സംജ്ഞകളെ വികലമാക്കിക്കൊണ്ടായിരുന്നു തന്റെ ദുഷ്ടചിന്തകൾ ഇവിടെ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചത്. വിഭജനത്തിന് മുമ്പും വിഭജനത്തിന് ശേഷവും, സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും എല്ലാം ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ മതവിരുദ്ധമാണ്, രാഷ്ട്രവിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്. അത് മുസ്ലിം സമൂഹത്തെ, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന സമീപനങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുന്നോട്ട് വെച്ച ആശയം എന്താണ്? അവരുടെ തന്നെ വരികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ദൈവരാജ്യം കൂടാതെ ദീൻ സമ്പൂർണമാവുകയില്ല. ഇസ്ലാമിക ഭരണം അഥവാ ഹുക്കൂമത്തെ ഇലാഹി കൂടാതെ സത്യദീനിന്റെ വിജയം സാധ്യമല്ല. അപ്പൊ ഇസ്ലാമിനെ അപ്രായോഗികമാക്കുക, അപ്രായോഗികമായ ഒരു ദർശനമാണ് എന്ന് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുക, ഇതല്ലേ യഥാർത്ഥത്തിൽ മൗദൂദി ചെയ്തിട്ടുള്ളത്? പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ഇതിന് മറുപടി പറയാറുള്ളത്, മുജാഹിദുകളും അതുപോലെ മറ്റു ഉൽപ്പതിഷ്ണു പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഉയർത്തുന്ന എല്ലാ സന്ദേഹങ്ങൾക്കും സംശയങ്ങൾക്കും ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, മറുപടി പറയാത്തൊന്നുമില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗവും പറയാറുള്ളത്. എന്തു മറുപടിയാണ് പറഞ്ഞത്? ഇപ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിന്ന് ഒന്നും തിരുത്താതെ ആശയ വിരുദ്ധതയിൽ അല്ലെങ്കിൽ വിരുദ്ധ അഭിപ്രായങ്ങളിൽ കടന്ന് ഉഴറുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ദൈവരാജ്യം കൂടാതെ, ഇസ്ലാമിക ഭരണമില്ലാതെ ദീൻ സമ്പൂർണമാവുകയില്ല. അത്തരം ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നും ഒരു പോരായ്മയാണ്, ഒരു സമ്പൂർണ്ണ മുസ്ലിമായിക്കൊണ്ടല്ല ജീവിക്കുന്നത് എന്ന് വരുമ്പോ അത് എത്രമേൽ അപകടകരമായ ഒരു ആശയമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി ചിന്തിക്കുന്നുണ്ടോ? ഇസ്ലാമിനെ അപ്രായോഗികമാക്കുകയല്ലേ ചെയ്യുന്നത്? ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അവിടെ മുസ്ലിം ഭരണമുണ്ടോ? ഇനി ഇവരുടെ തന്നെ വീക്ഷണത്തിൽ എന്താണ്? ജമാഅത്ത് വിഭാവനം ചെയ്യുന്ന മാതൃകായോഗ്യമായ ഇസ്ലാമിക ഭരണം ലോകത്തെവിടെയുമില്ല എന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ഒരു ഭാഗത്ത് ഇസ്ലാമിക ഭരണമുണ്ടെങ്കിലേ ദീൻ സമ്പൂർണമാവുകയുള്ളൂ എന്ന് പറയുക, മറ്റൊരു വശത്ത് ഇസ്ലാമിക ഭരണം, തങ്ങൾ വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ഒരു ഭൂമി പോലും ഇവിടെ ഇല്ല എന്ന് പറയുക. ഇങ്ങനെ ഇസ്ലാമിനെ അപ്രായോഗികമായ ഒരു ദർശനമാക്കി അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ചെയ്തിട്ടുള്ളത്.
ഇതിനൊക്കെ അവര് ദുർവ്യാഖ്യാനം ചെയ്തത് ഖുർആനാണ്, തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലയാണ്, ഇബാദത്തിന്റെ അർത്ഥമാണ്. വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇത്തരം അപ്രായോഗികമായ മതവിരുദ്ധമായ ആശയങ്ങൾ പറഞ്ഞത്, രാഷ്ട്രവിരുദ്ധമായ ആശയങ്ങൾ പറഞ്ഞത്. ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസൽമാന്റെ കടമ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ് എന്ന് പറയുക വഴി, എഴുതുക വഴി ദേശവിരുദ്ധമായ മതവിരുദ്ധമായ ഒരു ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്നുകിൽ മൗദൂദിയെ തള്ളണം, പരിഭാഷപ്പെടുത്തിയ പുസ്തകങ്ങളെല്ലാം കത്തിക്കണം, എങ്കിലേ തങ്ങള് ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഏതെല്ലാം തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്. നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായ പാപ്പരത്വം സമൂഹത്തെ തുറന്നു കാണിക്കുക എന്നത് തന്നെയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നു അവരുടെ വീക്ഷണം? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അസംബ്ലിയിൽ പോകുന്നതും ഒരു അനിസ്ലാമിക ഭരണവ്യവസ്ഥ, ഒരു അനിസ്ലാമിക ഭരണവ്യവസ്ഥയ്ക്ക് കീഴില് ഒരു ജനാധിപത്യ മതേതരത്വ സ്റ്റേറ്റ് സ്ഥാപിക്കാനാണെങ്കിൽ അത് നമ്മുടെ തൗഹീദിന് അഥവാ ആദർശത്തിന് മതവിരുദ്ധമായിരിക്കുമെന്നാണ്. അപ്പൊ ഒരാൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്, വോട്ട് ചെയ്യുന്നത് ഒരു അനിസ്ലാമിക വ്യവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ, ഒരു മതേതര ജനാധിപത്യ സ്റ്റേറ്റ് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അത് നമ്മുടെ തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ്. ഇവിടെ തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ കാപട്യമാണ് കാണിക്കുന്നത്. മതേതരത്വം, ജനാധിപത്യം, ദേശീയത എന്നത് തങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി എഴുതി വെച്ചിട്ടുള്ളത്. ഏത് ജനാധിപത്യമായാലും, ഏത് മതേതരത്വമായാലും, ഏത് ദേശീയതയായാലും, ഇനി അത് യൂറോപ്യൻ ദേശീയത, യൂറോപ്യൻ മതേതരത്വം, യൂറോപ്യൻ ജനാധിപത്യം, ഇങ്ങനെയൊക്കെ ഉരുട്ടി പെരട്ടി പറഞ്ഞാലും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ദേശീയതയെയും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അതിനെ മറച്ചുവെക്കാൻ വാചക കസർത്തുകൾ നടത്തുന്നുണ്ടെങ്കിൽ കൂടി അംഗീകരിക്കുന്നില്ല. അതിനാണ് ത്വവാഫിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിലേക്ക്. അബൂജഹലിന്റെ ത്വവാഫുണ്ട്, മുസ്ലിങ്ങളുടെ ത്വവാഫുണ്ട്. ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഒരു ഇസ്ലാമിക വ്യവസ്ഥ ഇവിടെ നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണ് ഞങ്ങളുടെ വോട്ട് എന്നൊക്കെ പറഞ്ഞ് പരിഹാസ്യരാകുന്ന അവസ്ഥ കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മതവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനം നടത്തിയതാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഒരു അനിസ്ലാമിക വ്യവസ്ഥയുടെ നടത്തിപ്പിൽ ഭാഗവാക്കാകുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. ഒരു അനിസ്ലാമിക വ്യവസ്ഥയുടെ നടത്തിപ്പിൽ ഭാഗവാക്കാകുന്ന തെരഞ്ഞെടുപ്പ്, വോട്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ ഭരണകൂടങ്ങൾ അനിസ്ലാമിക ഭരണകൂടമാണ്. ആ അനിസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസം, നിയമം, ഇതൊക്കെ സ്വീകരിക്കുന്നത് അനിസ്ലാമികമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ കീറിയെറിയുകയും ജുഡീഷ്യറിക്കെതിരെ അതിനെ തകർക്കുന്നതിന് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുന്ന, നിലപാടെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജനാധിപത്യത്തിന്റെ എല്ലാ സ്തംഭങ്ങളും തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിൽ ചിതല് തട്ടുന്നതിന് വേണ്ടിയൊന്നുമല്ല, അതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല, അതൊന്നും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് സുതരാം ബോധ്യമായ ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്നത്, അവര് ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾക്ക് എല്ലാം തന്നെ മതത്തെ കരുവാക്കി, മതത്തെ ദുർവ്യാഖ്യാനം ചെയ്തു. അള്ളാഹുവിന്റെ ഖുർആനിനെയും ഹദീസിനെയും അതിന്റെ വ്യാഖ്യാനമായ ഹദീസിനെയും എല്ലാം തന്നെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ള ഗുരുതരമായ പിഴവാണ് മൗദൂദിക്കും മൗദൂദിയെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ പിൽക്കാലക്കാർക്കും സംഭവിച്ചത്. ഇവിടെ നിർണായകമായ ഒരു ഘട്ടമാണ്. ഈ ആശയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാം ഉറച്ചു നിൽക്കുന്നുണ്ടോ?
മതവിരുദ്ധമായ ആശയങ്ങൾക്ക്, ദേശവിരുദ്ധമായ ആശയങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ നമുക്ക് കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മതവിരുദ്ധമായ ആശയങ്ങൾ, ദേശവിരുദ്ധമായ ആശയങ്ങൾ ആര് വെച്ച് പുലർത്തുന്നവരായാലും അത് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തെയും ഒരു ശൈലി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ. ആ മതവിരുദ്ധത എന്ത് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന അതിനുവേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ സംവാദം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, അബ്ദുൽ മജീദ് സ്വലാഹി നമ്മളോട് ദുബൈയിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ വെർച്വൽ ലൈവ് ടോക്ക് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത മജീദ് സ്വലാഹിക്ക് ISM സംസ്ഥാന സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.